കറുത്ത ലംബോർഗിനിയിലെത്തി ഇടിച്ചു തെറിപ്പിച്ചത് നിരവധി പേരെ. പുകയില വ്യവസായിയുടെ മകൻ അറസ്റ്റിൽ. പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. ഞായറാഴ്ചയാണ് കാൺപൂരിനെ നടുക്കിയ ഞെട്ടിച്ച ആ അപകടം നടന്നത്. 12 കോടിയുടെ ലംബോർഗിനി റെവുവെൽറ്റോ എന്ന കാർ അത് ഓടിച്ച് അപകടമുണ്ടാക്കിയത് ശതകോടീശ്വരനായിട്ടുള്ള ഒരു പുകയില വ്യവസായിയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ശിവ മിശ്രയാണ്. ബംഷി ദ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയായിട്ടുള്ള കെ മിശ്രയുടെ മകനാണ് ഈ ശിവം. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വഴിയാത്രകരെയും ഒപ്പം ഓട്ടോറിക്ഷയും ബൈക്കിനെയും ഒക്കെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ ആഡംബരക്കാർ. അപകടത്തിൽ 6 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. കാൺപൂരിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഏതാണ്ട് 3:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ലംബോർഗിനി ആദ്യം ഒരു ഓട്ടോറിക്ഷയിലാണ് ഇടിക്കുന്നത്. അവിടെ നിന്നില്ല. പിന്നീട് റോയൽ എൻഫീൽഡ് ബൈക്കിൽ ഇടിച്ചു. അതിന്റെ മുകളിലൂടെ കയറിയിറങ്ങി. ഈ ബൈക്കിനേറ്റ ആഘാതത്തിൽ അതിലുണ്ടായിരുന്ന ആൾ 10 മീറ്ററോളം തെറിച്ചു വീണു എന്നാണ് അവിടെയുള്ള കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. ബൈക്കിന്റെ മുൻചക്രം കാറിൽ കുടുങ്ങിയതോടുകൂടി അതിനെ വലിച്ചിഴച്ച് കുറച്ചേറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോയ ശേഷമാണ് ആ ലംബോർഗിനി ഒരു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിനുള്ളിലുണ്ടായിരുന്ന ശിവം, നാട്ടുകാരെല്ലാം ചേർന്ന് ശിവത്തെ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു. അപകടത്തിന് പിന്നാലെ കറുത്ത SUV-യിൽ അകമ്പടി വന്ന ബൗൺസർമാർ ശിവത്തിന്റെ ആളുകളാണ്. ആ ബൗൺസർമാരാണ് കാറിൽ നിന്നും ശിവം മിശ്രയെ പുറത്തെടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ പിന്നീട് ലഭിക്കുകയും ചെയ്തു. അവരാണ് ആ ശിവം മിശ്രയെ ആ സ്പോട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്, നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന്. ആ ദൃശ്യം കണ്ടല്ലോ. അപകടത്തിന് പിന്നാലെയും പോലീസ് വാഹനം പിടിച്ചെടുത്തു. എന്നാൽ കേസെടുക്കാൻ പോലീസിന് മടിയുണ്ടായി എന്നാണ് രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ വീടുകൾ പൊളിക്കാൻ കാണിക്കുന്ന ആ വേഗത പണക്കാരനായ ഒരു വ്യവസായിയുടെ മകൻ കുറ്റം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ചോദ്യം. അതായത് ഈ ബുൾഡോസർ രീതിയൊന്നും ഈ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾക്കറിയാവുന്നതാണ് ബുൾഡോസർ കേസ് ഒരുപാട് വീടുകൾ തകർത്തതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും അത് രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ അത് വലിയ തോതിൽ വിവാദമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാരണം ഒരു വലിയ വ്യവസായിയുടെ മകനാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. കുറേയേറെ പേരുടെ ജീവനെങ്കിലും നഷ്ടമാകുന്ന തരത്തിൽ അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചത്. ഭാഗ്യം കൊണ്ട് ആ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് സന്തോഷകരം. എന്താണെങ്കിലും അതേസമയം കേസിൽ നിന്ന് ഈ രക്ഷപ്പെടുത്താനായി മറ്റൊരു വാദമാണ് ഇപ്പോൾ ഈ ശിവ മിശ്ര എന്ന ഈ വണ്ടി ഓടിച്ച ആ കോടീശ്വരന്റെ മകന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ വാദിക്കുന്നത്. പിൻസീറ്റിലായിരുന്നു ശിവം ഇരുന്നത് എന്നാണ് കോടതിയിലെ വാദം. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. മുൻസീറ്റിലെ അല്ലെങ്കിൽ ഡ്രൈവറുടെ സീറ്റിലെ വാതിൽ തുറന്ന് അവിടെ നിന്ന് ആ ബൗൺസർമാർ ശിവം മിശ്രയെ പുറത്തേക്ക് എടുക്കുന്നത്. മോഹൻ എന്നാണ് ഈ ശിവം മിശ്രയുടെ സ്ഥിരം ഡ്രൈവറുടെ പേര്. മോഹനാണ് അന്ന് വണ്ടി ഓടിച്ചത് എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത്. उस गाड़ी को जो ड्राइवर चला रहे थे मोहन जी, उन्होंने कल कोर्ट में एप्लीकेशन दी थी कि हम कोर्ट में सरेंडर करना चाहते हैं। कोर्ट ने आज की डेट फिक्स की थी आख्या मंगाने के लिए थाने से। आज आख्या आई नहीं है, कल की डेट फिर फिक्स हो गई है उसमें। तो जो ड्राइवर गाड़ी चला रहा था
उसने हाजिर होकर के अपनी जमानत कराने का प्रार्थना पत्र दिया और गाड़ी रिलीज़ की एप्लीकेशन भी कोर्ट में लगी है। सर शिवम मिश्रा का क्या रोल है? शिवम मिश्रा और ड्राइवर दोनों लोग गाड़ी में बैठे हुए थे। जो ड्राइवर गाड़ी चला रहा था उससे एक दिन पहले गाड़ी को बनाने वाले कुछ लोग आए थे और वो उसका ड्राइवर का कहना ये है कि गाड़ी में अचानक साइड से एक टेम्पो वाले ने टक्कर मारी और उसके बाद बगल में एक मोटरसाइकिल खड़ी तो उससे इनकी गाड़ी टकरा गई। इतना ही मुझे बताया ड्राइवर ने। ഇനി ഈ ശിവമിശ്രയുടെ വീട്ടുകാർ കുടുംബത്തിലെ ചില ഉറ്റവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഓടിക്കുന്നതിനിടെ അപസ്മാരമുണ്ടായി, ഫിക്സ് ഉണ്ടായി എന്നാണ്. അങ്ങനെയാണ് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. പക്ഷേ അതേസമയം കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞത് മോഹനാണ് വാഹനം ഓടിച്ചതെന്നാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 6 മാസമായി ഈ ശിവത്തിന് ഇത്തരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞത്. ആദ്യം പോലീസ് ഈ കുടുംബാംഗങ്ങളുടെ അടുത്തെത്തിയിരുന്നു. കാരണം ശിവമിശ്രയെ ബൗൺസർമാർ കൊണ്ടുപോയി, പിന്നീട് ഒരു വ്യക്തതയില്ല എവിടെ പോയി എന്നുള്ളത്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു, അറസ്റ്റ് ഉണ്ടാകാത്തതിൽ ഒക്കെ. അപ്പോൾ ശിവമിശ്രയെ തേടിയാണ് പോലീസ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞതാണ് ഒരു ഫിക്സ് ഉണ്ടായി, അപസ്മാരമുണ്ടായി. ഇതേ തുടർന്ന് ശിവമിശ്രയ്ക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് എന്ന് പോലീസ്. पहले एफआईआर में नाम इसलिए नहीं है कि जो इंजर्ड हुआ था वो इंजर्ड की एप्लीकेशन पर एफआईआर हुआ। दूसरी बात है कि जब घटना हुई थी तो घटना के समय पर वहाँ पुलिस नहीं थी। घटना होने के बाद जो है जो ड्राइवर था वो अनकॉन्शियस हो गया, तो उनके जो बाउंसर थे वो उसको हॉस्पिटल ले गए। तो पुलिस जो है उस समय पुलिस बाद में जाती है, बाद में जो इंजर्ड वहाँ पर रहता है उसको लेकर के उसको मेडिकल के लिए असिस्टेंट के लिए जाती है। पहले ये लगता है कि ये इंजरी वाले को इनका मेडिकल कराए, तो पुलिस ने दोनों कार्रवाई दुरुस्त करी है। എന്തായാലും ഇതിൽ ഒരുപാട് അവ്യക്തത ഇപ്പോഴുമുണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആ ശിവമിശ്ര മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ, കണ്ടുനിരുന്നവർ, പ്രദേശവാസികളൊക്കെ പറയുന്നത്. പക്ഷേ അതിലൊരു മെഡിക്കൽ പരിശോധന ഒന്നും നടന്നിട്ടുമില്ല. സ്വാഭാവികമായും അത് നമുക്കിടയിലും പലപ്പോഴും അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുമുണ്ടല്ലോ. ഈ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആണ് എന്നുള്ള ആരോപണം ഉയരുന്നു. എന്നാണെങ്കിലും അപകടകരമായിട്ടുള്ളൊരു വേഗതയിലാണ് ആ വാഹനം എത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബൗൺസർമാരാണ് കാർ ഓടിച്ചയാളെ കൊണ്ടുപോയത് എന്നും ആ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു. അതിവേഗത്തിൽ ആ വാഹനം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷവും വീണ്ടും വീണ്ടും വണ്ടി മുന്നോട്ട് വലിയ ശബ്ദത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ആ ദൃക്സാക്ഷികൾ പറയുന്നത്. तो उतने में उसने ऑटो हम लोग के पीछे खड़ी थी, उसने ऑटो के मेरा टक्कर मारी है। जब ऑटो टक्कर मारी तो ऑटो घूम गई, तो उसके बाद मालूम है ऑटो में टक्कर पड़ने के बाद गाड़ी की स्पीड 200 गुना से बढ़ गई, बहुत तेज़ आवाज़ आई हूँ एकदम से। तो इनको पकड़ कर मैं खींचा तो हम लोग उधर गिर गए थे। पड़ी तो उसमें पीछे से गाड़ी और रुक गई आके, फॉर्चुनर ब्लैक कलर की थी। उसमें ये लोग इनके बाउंसर बैठे थे। अब बाउंसर जो है पहले हाथ से शीशा तोड़ रहे थे, हाथ से शीशा नहीं टूटा। फिर हम लोगों ने ईंटा दिया, भाई उनका तबीयत किसी ख़राब है, तो निकला आदमी। तो उसमें बाउंसर हम लोग से बदतमीजी करने लगा। आवाज़ तेज़ होने के बाद उसने मेरी गाड़ी पे भैया ने हमको धक्का दिया कि हटो, हम दोनों लोग इधर गिरे। उसने लैम्बोर्गिनी जो थी उसने पूरी बुलेट पे चढ़ाते हुए आगे खंबा लगा था, खंबे पे जाके सीधे सीधे टक्कर मारी। ഈ രക്ഷപ്പെടുത്താനെത്തിയ ബൗൺസർമാർ ആദ്യമൊക്കെ ഒരു നയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ കൂടി നിന്ന നാട്ടുകാർ അതിൻ്റെ ഒരു ഭീകരതയിൽ ആയതുകൊണ്ട് തന്നെ, ആ ഞെട്ടൽ മാറാത്തതുകൊണ്ട് തന്നെ ഈ ശിവത്തെ വിടാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അപ്പോൾ അവിടെ അവരവരുടെ മസിൽ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ബലം പിടിച്ചാണ് വാഹനത്തിൻ്റെ വാതിൽ തുറന്ന് നാട്ടുകാരെയൊക്കെ മാറ്റി ബൗൺസർമാർ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ശിവമിശ്രയുമായി കടന്നു കളയുന്നത്. ഇനി 2024 2 വർഷം മുമ്പാണ് ശിവത്തിന്റെ ഈ കുടുംബ ബിസിനസ്സിൽ പലയിടത്തും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആദായ നികുതി വകുപ്പ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അത് കാൺപൂരിൽ മാത്രമല്ല, ഡൽഹി, മുംബൈ, ഗുജറാത്ത്, ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു പരിശോധന. അന്ന് ഡൽഹിയിലെ വസന്ത് വിഹാറിലെ ശിവത്തിന്റെ വസതിയുണ്ട്. അവിടെ നടത്തിയ പരിശോധനയിൽ ആഡംബര വാഹനങ്ങൾ ഒരു നിര തന്നെയാണ് കണ്ടെത്തിയത്. റോൾസ് റോയ്സ് ഫാൻറ്റം, പോർഷെ, ലംബോഗിനി തുടങ്ങി വാഹനങ്ങളൊക്കെ ആ കാർപോർച്ചിലുണ്ടായിരുന്നു. ഏതാണ്ട് 2.5 കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങൾ പതിപ്പിച്ച ആഡംബര വാച്ചുകളും അന്ന് ഈ ശിവമിശ്രയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. മനസ്സിലായി കാണുമല്ലോ, അത് ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ആദ്യം കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും ഒക്കെ മടിയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ
വലിയ തോതിൽ അത് ചർച്ചയായി വിവാദമായി ദൃശ്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വന്ന സാഹചര്യത്തിൽ നിർബന്ധിതരായിരിക്കുകയാണ് പോലീസ്. എന്താണെങ്കിലും കോടതിയിൽ വാദിക്കുന്നത് ആ വാഹനം ഓടിച്ചത് ശിവമിശ്ര അല്ല എന്നുള്ളതാണ്. കോടതിക്ക് എന്ത് ബോധ്യപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഒരു വലിയ വ്യവസായിയുടെ മകന്റെ അതിവേഗത്തിലുള്ള അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കലിന്റെ ഞെട്ടലിലാണ് കാൺപൂർ നഗരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.